ഇരിക്കുകയാണ്. ഓക്കെ, ഡ്യൂട്ടി കഴിയാറായി പറയുന്നത്. ഓക്കെ അനീഷ്, ഓക്കെ പോയി വരൂ. ഓക്കെ ഇതാണോ ശേഷം കഴിഞ്ഞ് ഇറങ്ങുവാണെന്ന് ചോദിക്കും നമ്മളെ പ്രതി. അനീഷ് ബ്രോ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അനിയത്തി. ഷാര് വന്നു പോയത് ഒരു ഒറ്റ തവണ വന്നു പോയത്, എന്റെ മിന്നായം കണ്ടു. അപ്പോ എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇറങ്ങട്ടോ ലിജി. ഓക്കെ, ഒന്ന് കയറാം സംസാരിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. വെറുതെ ചുമ്മാ സംസാരിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോ ഞാൻ പോകുകയെന്ന് പറയാം. പ്രവി ഓക്കെ, വീണ്ടും കാണാട്ടോ പ്രവീൺ. ഓക്കെ ആയത്തി, ഓക്കെ അനീഷ്, എല്ലാവരോടും ഓക്കെ. ഞാനും പോവാടി. അവധി എന്തോ അവധി കഴിച്ചത്? സുഖമായിട്ടിരിക്കുന്നു അവധിയെ? പറയൂ അവധിയെ. നിനക്കിനി എന്തൊക്കെയാണ് ജോലി? നിനക്ക് എന്തൊക്കെയാണ് ജോലി? കിരണിനെ കണ്ടില്ലല്ലോ. കിരൺ എന്തേ? കിരണിനെ കണ്ടില്ല. എന്തൊക്കെ വിശേഷം? എന്തോ വിശേഷമോ ചേട്ടാ? അങ്ങനെയൊക്കെ പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. ഇനി യാത്രകളുണ്ട്, ഇന്ന് കുറെ യാത്ര ചെയ്യണം, അവിടെയൊക്കെ പോകണം. അലക്കാനുണ്ട്. പിന്നെന്തുവാ ജോലി പറ. ഈ പാട്ടില്ലേ നല്ല ഇല്ലയോ? അലക്കാനുണ്ട്. തൂവെള്ള നല്ല പാട്ട്, പക്ഷെ അതിന് പാട്ടറിയില്ല. പശുവിനെ മാറ്റി കെട്ടാൻ പോണം. പിന്നെ കുറച്ച് പേര് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരുമോ? എവിടെ നിന്ന് അയച്ചു തരാൻ ചേട്ടാ? ഇല്ല ചേട്ടാ, ശബ്ദമേ ഗംഭീരം ഉള്ളൂ, ആൾ പാവമാണ് എൻ്റെ ഏട്ടൻ. ശബ്ദമേ ഗാംഭീര്യം ഉള്ളൂ, ആള് പാവമാണ്. പാലെടുക്കാൻ പോണം. ശരിയാ, റബ്ബർ പാലെടുക്കാൻ പോണല്ലോ. അനിയത്തി പാവമൊക്കെ ആയിരിക്കും, പക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് അയച്ചു കൊടുക്കടി പാവത്തിന്. പിന്നെ ഞാനിവിടെ 1/2 കിലോയ്ക്ക് 40 എടുത്ത് മേടിച്ചിട്ട്, അപ്പൊ ഞാൻ ദിവസവും രാവിലെ ഒരു 3 വീതം കഴിക്കും. അവിടുത്തെ ഗൾഫിലൊന്നും എനിക്ക് ആരും കൂടി തരാനില്ലല്ലോ. പിന്നെ ഈ ബദാമും പിസ്തയും വാൾനട്ടും എനിക്ക് സൗമ്യ കൊണ്ട് തന്നതാ. പിന്നെ ഞാൻ 350 രൂപയ്ക്ക് 350 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാ. രാവിലെ എന്നും ഒരു 3 ബദാം രാത്രി വെള്ളത്തിലിടും, രാവിലെ കഴിക്കും. പാവം എഴുതി ഒട്ടിക്ക് നെറ്റിയില്. ശരിയാ. പശുപാല് എവിടെ കൊണ്ടുവെക്കും പ്രബി? അത്ര പാവൊന്നുമല്ല, കുറച്ചൊന്നും കുശുമ്പ്. അത് ഞാൻ പറയാൻ വരുമായിരുന്നു. തിരുമേനി ലൈവിലേക്ക് സ്വാഗതം. തിരുമേനി പറയൂ. തിരുമേനി വിശേഷങ്ങളൊക്കെ സുഖമാണോ തിരുമേനി? പറയൂ തിരുമേനി. അതെ, അവധി പാവമൊക്കെ ആയിരിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് പോലും കൊച്ചു പിള്ളേരെ പോലുള്ള സ്വഭാവമാണ്. ചെറിയൊരു കാര്യം മതി. ഞാനൊന്ന് അവധി ഉണ്ടോ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ആങ്ങളുടെ കാര്യം ഒന്ന് പറയട്ടെ. അവധിയുടെ കാര്യം ഒന്ന് പറയട്ടെ. വന്നേ. അവധി സുഖം. തിരുമേനി നമസ്കാരം. തിരുമേനി അമ്പലത്തിലാണ് തിരുമേനി. 46ാമത്തെ ലൈക്ക്. താങ്ക് യു. അവധി തിരുമേനി വിളിക്കുന്നു. അവധി പറ. പൊന്നാങ്ങളുടെ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. പാവമൊക്കെ ആയിരിക്കും, അനിയത്തി കേൾക്കൂല. പക്ഷെ പറയാമല്ലോ. കുശുമ്പ് വാശി അത് കൂടുതലാണ്. കുശുമ്പും വാശി. അതെ, പറയാൻ അങ്ങോട്ട് വരുമായിരുന്നു. ശമന, നിന്റെ ബ്ലൂ എടുത്തോ നീ ഒന്നും വിചാരിക്കല്ലേടി. തരാം, വേണമെങ്കിൽ തരാം. സത്യമാണ്. ഉണ്ണിക്കുട്ടാ വിളിക്കുന്നു. കുശുമ്പ്, ഇത്തിരി കുശുമ്പുണ്ട്. ഇത്തിരിയല്ല, വളരെയധികം കുശുമ്പുണ്ടെന്ന് ഞാൻ പറയും. വാശി. എന്തിനാ വാശി ഏറ്റവും കൂടുതൽ? അത് തന്നെ, വാശി ഏറ്റവും കൂടുതൽ. എന്താ കാര്യത്തിനാ? ഒരു ഒരാളെ മനസ്സിലാക്കുക, ആ ഒരാളെ കേട്ടിരിക്കുക, അതൊക്കെയാണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി. ഇന്ന് എനിക്ക് ഇട്ടാണല്ലോ. അതെ ഇട്ടാണ്. നേരെ ഞങ്ങളൊക്കെ എന്ന് വെച്ചാല് പറയാനുള്ളത്, ആങ്ങളെയും പെങ്ങളും യുദ്ധം തുടങ്ങിയോ? ഞങ്ങൾ പറയാനുള്ളത്, എന്റെ മക്കൾക്ക് എന്റെ മക്കൾക്കില്ല ഇത്രയും വാശി. അതെ, പറയാനുള്ളത് എന്റെ സ്വഭാവം. ഞാൻ പറയാനുണ്ടെങ്കിൽ ഞങ്ങോട്ടങ്ങ് പറയും. ഞാൻ ഇഷ്ടപ്പെടാതിരിക്കുക, അത് പിന്നത്തെ കാര്യമാണ്. മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് അതൊരു പകയായിട്ട് മാറാൻ ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ ഒരു സ്വഭാവം ഇല്ലയോ? ഇത് ഞാൻ ഹൈലൈറ്റ് ആക്കാം. കുറച്ചുണ്ട് ഹൈലൈറ്റ് ആക്കാം. പക്ഷെ എല്ലാവരുടെയും അടുത്ത് ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല, അല്ലേ ഉണ്ണിയേട്ടാ? ശമന നമസ്കാരം. അജയ് നമസ്കാരം. തിരുമേനി അതെ, ആ ഒരു സ്വഭാവമുണ്ട്. ജോലി കിട്ടാൻ ഞാൻ വാശി കാട്ടിയിരുന്നു, അത് കഴിഞ്ഞ് ജോലി കിട്ടി. അതുപോലെ ജോലി കിട്ടാൻ ഞാൻ വാശി കാട്ടിയിരുന്നു, അതുകൊണ്ട് ജോലി കിട്ടി. അതുപോലെ തിരുമേനി പ്രബി വിളിക്കുന്നുണ്ട്. ഡി